പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയ യാത്രയ്ക്ക് ചെറുതോണിയിൽ വൻ സ്വീകരണമൊരുക്കി. ആയിരക്കണക്കിന് UDF പ്രവർത്തകർ പങ്കെടുത്ത സ്വീകരണ സമ്മേളനത്തിൽ മുതിർന്ന UDF നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. UDF അധികാരത്തിലെത്തിയാൽ കേരളത്തിന്റെ മുഖച്ഛായ മാറുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കടക്കണിയിൽ നിന്നും സംസ്ഥാനത്തെ കരകയറ്റുമെന്നും കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയ യാത്രയ്ക്കാണ് ചെറുതോണിയിൽ വൻ സ്വീകരണം നൽകിയത്. ആയിരക്കണക്കിന് UDF പ്രവർത്തകർ പങ്കെടുത്ത സ്വീകരണ സമ്മേളനത്തിൽ മുതിർന്ന UDF നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരും പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ ജനങ്ങളോട് വലിയ ക്രൂരതയാണ് കാണിക്കുന്നത് എന്നും ഭൂപ്രശ്നങ്ങളിൽ ഇടുക്കിയിലെ ജനങ്ങളോട് കാണിച്ച വഞ്ചന ജനങ്ങൾ മറക്കില്ലെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും UDF വിജയിച്ചു വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. പുതിയ യാത്രയ്ക്ക് ചെറുതോണിയിൽ നൽകിയ സ്വീകരണത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. വലിയ ജില്ലകളിൽ നിന്നും മലയോര ജനതയെ രക്ഷിക്കാനുള്ള പദ്ധതി അമലാക്കുന്നു. കാർഷിക മേഖലയിൽ ഇടുക്കിയിലെ കാര്യം കൊണ്ടും ഒരുപാട് പദ്ധതികൾക്കും എന്തായി നടക്കും അവിടെ പോയി തോന്നുന്നു പറയുന്ന കോടതിക്കുണ്ട്. റവന്യൂ വകുപ്പും ഒരഭിപ്രായം, വനം വകുപ്പ് വേറെ അഭിപ്രായം, കോടതി കൈയാക്കി സർക്കാരിന് ഒരു സർക്കാരിലെ 2 വകുപ്പ് 2 അഭിപ്രായവും ലഭിച്ചു. അതുകൊണ്ടാണില്ല ഭൂമിയിൽ അത് റവന്യൂ ഭൂമിയാണ് എന്ന നിലപാടും സർക്കാർ. UDF ഇടുക്കി നിയോജക മണ്ഡലം ചെയർമാൻ NK പുരുഷോത്തമൻ അധ്യക്ഷനായിരുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, മുതിർന്ന UDF നേതാക്കളായ PJ ജോസഫ്, NK പ്രേമചന്ദ്രൻ, VK ശ്രീകണ്ഠൻ MP, K ഫ്രാൻസിസ് ജോർജ് MP, ജോസഫ് വാഴക്കൻ, ഷാനിമോൾ ഉസ്മാൻ, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, DCC പ്രസിഡന്റ് CP മാത്യു, പ്രൊഫസർ MJ ജേക്കബ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. ചെറുതോണിയിലെത്തിയ പുതിയ യാത്രയെ പ്രവർത്തകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവിനെ തോളിലേറ്റിയാണ് വേദിയിലേക്ക് എത്തിച്ചത്. സമീപകാലത്ത് ജില്ലാ ആസ്ഥാനം കണ്ട പ്രതിപക്ഷ സമ്മേളനങ്ങളിൽ ഏറ്റവും മികവ് പുലർത്തിയതായിരുന്നു പുതിയ യാത്രയ്ക്ക് നൽകിയ സ്വീകരണം. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.